റിലീജിയൻ എന്ന പേരിൽ ഇപ്പം നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കുന്ന സംഗതികളെ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുവാൻ കഴിയുമോ? റിലീജിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോർ സർട്ടൻ പർപ്പസ് അങ്ങനെ മറ്റുമല്ലേ. കുറേയേറെ ആൾക്കാർ ഒരുമിച്ച് കൂടി ഈശ്വരൻ്റെ നാമം ജപിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു, അല്ലേ, നിസ്കരിക്കുന്നു. ഇതൊക്കെയല്ലേ റിലീജിയൻ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് സ്പിരിച്വാലിറ്റിക്കുള്ള ഒരു ചുവടുവെപ്പല്ലേ അത്, അല്ലേ. ആദ്യം ഈശ്വരനെ അന്വേഷിക്കുന്നു, അതിനെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നത് എന്താണ്? പള്ളികളിലാണ്, അല്ലെങ്കിൽ സർവ്വം നിറഞ്ഞിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലാണ്, അല്ലെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ രൂപങ്ങളിലൊക്കെയാണ് ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നതെന്നൊക്കെയാണ് നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ, ഇല്ലേ. അപ്പോൾ അതിനൊരു ആൾക്കാർ കുറച്ച് പേര് കൂടിയിരുന്ന് ഒരുമിച്ച് ആ ഈശ്വരനെ സ്തുതിക്കുക, പൂജകൾ ചെയ്യുക, ഇതൊക്കെ തെറ്റാണോ? അപ്പോൾ അതുകൊണ്ട് സ്പിരിച്വാലിറ്റിക്കുള്ള ചവിട്ടുപടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും, ഇത് ഒറ്റയ്ക്ക് പോകാനേ പറ്റൂ. ഇത് കടുവയുടെ മാർഗമാണ്, ഒറ്റയ്ക്ക് നടക്കണം. മുന്നുള്ളതോ അനന്തവിശാലമായൊരു ഹൈവേ, അതിലൂടെ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര പോകണം. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ആ അനുഭവത്തിലെത്തുമ്പോൾ സ്പിരിച്വാലിറ്റിക്ക് കാലെടുത്ത് വെക്കും. ഇപ്പം അന്വേഷിച്ച് തുടങ്ങും, ഒരാൾ വേണം, ഈ വഴി മുമ്പ് നടന്നില്ലേ, നമുക്കറിയാത്തൊരു വഴിയാണ്. അപ്പം നമ്മളൊരാളെ അന്വേഷിക്കും, അയാൾ വന്നെത്തും. നാം പക്വമാകുമ്പോൾ ഗുരു വന്നെത്തും. ആ കൈയും പിടിച്ച് മുന്നോട്ടുള്ള യാത്രയാണ് സ്പിരിച്വാലിറ്റി എന്ന് എൻ്റെ അനുഭവം. റിലീജിയൻ അതുമായിട്ട് ബന്ധം ഈ അവസ്ഥയിലില്ല. അങ്ങനെ വരുമ്പോൾ മതവിശ്വാസം എന്ന് പറയുന്ന ഒരു അന്ധമായിട്ടുള്ള വിശ്വാസമാണെന്ന് പറയാൻ സാധിക്കില്ലേ? അങ്ങനെ പറയാൻ പറ്റും. താങ്കൾക്ക് ഒരു മതമില്ലേ, ഒരു അഭിപ്രായമില്ലേ? മതം എന്നാൽ അഭിപ്രായം എന്നർത്ഥമല്ലേ ഉള്ളൂ. താങ്കൾക്കൊരു മതമില്ലേ? ഇങ്ങനെയൊക്കെ വേണം കാര്യങ്ങൾ, ഇന്ന രീതിയിലൊക്കെ നടക്കണം കാര്യങ്ങൾ, അല്ലെ ഞാൻ എന്താണ് വിചാരിക്കുന്നതിനെ പറ്റി എന്നൊക്കെ താങ്കൾക്ക് മതമില്ലേ? ആ വിശ്വാസം അന്ധമായിരിക്കാം, പ്രാക്ടിക്കലായിരിക്കാം, അനുഭവത്തിൻ്റെ വെളിച്ചലായിരിക്കാം. അതൊക്കെ ഓരോ വ്യക്തികളെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കുന്നില്ലേ? അപ്പം താങ്കളിവിടെ മതവിശ്വാസം എന്ന് പറഞ്ഞത് ഹിന്ദു മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം എന്നൊക്കെയാണെന്ന് ഞാൻ ധരിക്കുന്നു, അല്ലേ. അതും അന്ധവിശ്വാസം എങ്ങനെ ആവുക? ഒരുപക്ഷെ അങ്ങനെ നോക്കിയാൽ എല്ലാ വിശ്വാസങ്ങളും അന്ധമല്ലേ? വിശ്വാസം മാത്രമല്ലേ, നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. അറിയുമ്പോൾ പിന്നെ അത് വിശ്വാസമല്ലോ, അനുഭവമായി മാറുന്നില്ലേ? അത് വെറും മതമായിരിക്കുന്ന കാലത്തോളം ഒരുപക്ഷെ അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നതിന് വിരോധമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്തിനാണ് നമ്മളങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്? അതിനെ ഡീഫൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇരിക്കട്ടെന്നേ, എല്ലാവരും ഓരോ വിശ്വാസത്തിലല്ലേ ഇങ്ങനെ പോകുന്നേ. വിശ്വാസം അതല്ലേ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലും. നാളെ ഇന്നെ ചെയ്യണം എന്നുള്ള വിശ്വാസമില്ല ഉറങ്ങാൻ കിടക്കുന്ന പോലും, ഇല്ലേ. വിചാരത്തിൽ നാളെ ഞാൻ ഉണരും എന്ന് വിചാരിച്ച് വിശ്വസിച്ച് ഇങ്ങനെയൊക്കെയല്ലേ മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ വിശ്വാസത്തോട് തട്ടിപ്പറിച്ചാൽ നമുക്ക് എന്താ അതിന് പകരം കൊടുക്കാനുള്ളത്? അതുകൊണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആരോടും യുദ്ധം ചെയ്യാൻ സമയമില്ല. നമുക്ക് സന്തോഷമായിരിക്കാം, ആരോഗ്യത്തോട്ടിരിക്കാൻ ശ്രമിക്കാം, ഇതിനെ പ്രചരിപ്പിക്കാം. ബി ഹാപ്പി, ബി ഹെൽതി. അതാണ് എന്നെ സംബന്ധിച്ച സ്പിരിച്വാലിറ്റി. ഹാപ്പിനെസ് ഈസ് മൈ സ്പിരിച്വാലിറ്റി. ആനന്ദം. ഗുരുജി, മതവിശ്വാസമാണ് ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും അത് നിരോധിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി പ്രശ്നങ്ങളെല്ലാം തീരുമെന്നുമുള്ള അഭിപ്രായം ചിലരെങ്കിലും പ്രകടിപ്പിച്ച് കാണുന്നുണ്ട് ഇപ്പോൾ. എന്താണ് ഇതിൽ അങ്ങയുടെ അഭിപ്രായം? അത് ബുദ്ധിപരമായ ചിന്തയാണ്. ആ വിചാരത്തോടും എനിക്ക് എതിർപ്പൊന്നുമില്ല. മതമില്ലാണ്ടായ ലോകം സുന്ദരമാകും. പക്ഷെ അത് യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെടുന്നതാണോ? അതും ഒരു വിശ്വാസമല്ലേ, അതും ഒരു മതമല്ലേ. മതമില്ല എന്ന് പറയുന്ന ഒരു മതമല്ലേ, അഭിപ്രായമല്ലേ. ആ അർത്ഥത്തിൽ ഈ മതങ്ങളെയെല്ലാം ഇവിടെ നിരോധിച്ചാൽ മനുഷ്യരെല്ലാം പുതിയ ഇപ്പോൾ പറയുന്ന സയൻസ്, അല്ലേ, മോഡേൺ ചിന്താഗതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവുമോ? അങ്ങനെ ആവുമെങ്കിൽ വികസിത രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ആവേണ്ടതല്ലേ. അതൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതികളിൽ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ രാജ്യങ്ങളിലൊക്കെ അന്ധവിശ്വാസം കൂടുതൽ പ്രബലമായി വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. എല്ലാത്തിനും പ്രശ്നം മതങ്ങളും, എല്ലാത്തിനും പരിഹാരം മതങ്ങളെ നിരോധിക്കലാണ് എന്നൊക്കെ പറയുന്ന ഒരു യുക്തിസഹജമായൊരു കാര്യമാണോ? ബഹുജനം പലവിധമെന്നല്ലേ, ഓരോരുത്തരും ഓരോ രീതി പോയിക്കൊണ്ടിരിക്കുക. എന്തിനാണ് നമ്മളിതിനെ എല്ലാവരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കുന്നത്? ചിലർ അങ്ങനെ പോകട്ടെ, ചിലരിങ്ങനെ പോകട്ടെ, സമൂഹത്തെ മൊത്തം ഞാനങ്ങ് നന്നാക്കി കളയാം എന്നുള്ളതല്ലേ ഏറ്റവും വലിയ അന്ധവിശ്വാസം.
അതല്ലേ ശരിക്കുള്ള അന്ധവിശ്വാസമായിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം പാവങ്ങൾ, വേറെ അവർക്ക് പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? അവരുടെ വിശ്വാസം കൊണ്ട് അവർ ജീവിക്കുന്നത്, അതും കൂടെ തട്ടിപ്പറിച്ച് അവർക്ക് എന്ത് കൊടുക്കാനാ? ഈ കുറച്ച് നാളെ ഇവിടെ ഇരിക്കുകയുള്ളൂ, എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് പോയിക്കോട്ടെ. അതിൻ്റെ അകത്ത് അല്പ സന്തോഷം അവർ അതിലാണ് കണ്ടെത്തെങ്കിൽ അതും കൂടെ തട്ടിപ്പറിക്കാൻ നമ്മൾ ചെല്ലുന്നത് ശരിയാണോ? എനിക്കതിനോട് അങ്ങനെ ഒരു അഭിപ്രായമാണ്. എൻ്റെ മതം ഇതാണ്: ബി ഹാപ്പി, ലിവ് ആൻഡ് ലെറ്റ് ലീവ്. ഗുരുജി, നമ്മുടെ രാജ്യത്തെ പുരോഗതിയിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നതിൽ ആളുകളുടെ ഇടയിലെ മതവിശ്വാസത്തിന് എന്തെങ്കിലും റോളുണ്ടോ? അങ്ങനെയാണോ? ഈ രാജ്യം മതനിഷ്ഠം, ഇന്നിപ്പോൾ പറയുന്ന റിലീജിയസ് നിഷ്ഠമായിട്ട് നമുക്ക് അനേക സംസ്കാരങ്ങളാണ് അല്ലേ, അനേകമായിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ, വിധികളൊക്കെ ഉള്ള രാജ്യമാണിത്. ഒരു രാജ്യത്തെക്കാളേറെ ഒരു സർവ്വ പ്രപഞ്ചവും സർവ്വഭൂമിയും അല്ലെ സർവ്വ രാജ്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഭാരതത്തിൽ ഇല്ലേ. ഇപ്പോൾ പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ GDP ഉണ്ടായിരുന്ന രാജ്യം ഇന്ത്യ ആയിരുന്നു എന്നല്ലേ പറയുന്നത്. ലോകത്തിലെ മുഴുവൻ പ്രൊഡക്ഷനേക്കാളിലും കൂടുതൽ ധനം ഉണ്ടാക്കിയിരുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നു. നമ്മുടെ കഥകളിലും അങ്ങനെയാണ് പറയുന്നത്. സ്വർണം കൊണ്ട് സോനേക്കാ ചിടിയ എന്ന് ഹിന്ദി പറയാറുണ്ട്. സ്വർണ്ണ ഗോപുരങ്ങളും സ്വർണ്ണ വിഗ്രഹങ്ങളും സ്വർണം കൊണ്ട് നിറഞ്ഞൊരു രാജ്യമായിട്ട് പറയുന്നു. മനുഷ്യർക്ക് ധാരാളം ആഹാരവും കഴിക്കാനും സന്തോഷവും ആനന്ദവും നിറഞ്ഞിരുന്നെന്നും പറയുന്നു. അടുത്ത കാലഘട്ടത്തിൽ കുറച്ച് വിദേശികളാകുന്ന നമ്മുടെ കുറച്ച് പേര്, നമ്മുടെ സഹോദരന്മാർ തന്നെ വന്ന് ഇവിടുന്ന് കുറച്ചൊക്കെ കണ്ടുപോയത് കൊണ്ടല്ലേ നമുക്ക് ഈ ദുർസ്ഥിതി ഉണ്ടായത്. അക്കാലത്ത് മതനിഷ്ഠരല്ലായിരുന്നു ഈ ലോകത്ത് ജീവിച്ചിരുന്നത്. ആ മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി, മതം എന്ന് ഇന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അവർ അത്ര സമൃദ്ധമായി രാജ്യത്തെ സംരക്ഷിച്ചിരുന്നു എന്ന് ഞാനല്ലല്ലോ, അവരൊക്കെ തന്നെയല്ലേ കണക്ക് പറയുന്നത്. അപ്പോൾ മതമാണോ ഈ രാജ്യത്തെ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം? വീര്യം നഷ്ടപ്പെട്ടതല്ലേ, ഇവിടെ പൗരുഷം നഷ്ടപ്പെട്ടുകൊണ്ടല്ലേ ഇങ്ങനെ ആയത്. മുമ്പ് യുദ്ധം ചെയ്യാനും പ്രേമത്തോടെ പെരുമാൻ രണ്ടും കഴിയുന്ന ഒരു ജനതയായിരുന്നു ഈ രാജ്യത്ത് വസിച്ചിരുന്നത്. അവരുടെ ആ വീര്യം അത് നഷ്ടപ്പെടുത്തിയല്ലേ ഈ സ്ഥിതിയിലെത്തിച്ചത്. അതിന് മതമാണോ കാരണം? ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ആ വീര്യം നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? കർഷകർക്കറിയാം, ഓരോ സീസണിൽ ഓരോ ചെടികൾ പുഷ്ടിയായി വളരും. ചില സീസണിൽ ആ ചെടികൾ അന്യം നിന്ന് പോയതുപോലെ തോന്നും, വേറെ ചെടികൾ വളർന്നു വരുന്ന കാണാം. എന്ന് പറഞ്ഞ പോലെ കാലഘട്ടത്തിൽ ഓരോ കാലത്തിലും ഓരോന്ന് വളരും, ഓരോന്ന് തളരും. അത് തളർച്ചയുടെ കാലമായിരുന്നു. ഇതിപ്പോൾ ഭാരതത്തിൻ്റെ ഉയർച്ചയുടെ കാലമാണ്. ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു കാലത്ത് വിശ്വഗുരുവായിരുന്നു, ഇനിയും അതാവും, ആയേ പറ്റൂ. വേറെ ആരുണ്ട് ഇവിടെ ആ സ്ഥാനം അലങ്കരിക്കാൻ? അതിൻ്റെ നിയോഗം ഈ രാജ്യത്തിനല്ലേ, ഈ ധർത്തിക്കല്ലേ, ഈ ഭാരതഭൂമിക്കല്ലേ ഉണ്ടായിരുന്നത്. എല്ലാവരും ഒന്നെങ്കിലും എൻ്റെ പെറ്റമ്മ, എൻ്റെ പോറ്റമ്മ, എനിക്ക് അന്നം തരുന്നതല്ലേ ഈ നാട്, എനിക്കതിൽ അഭിമാനമുണ്ട്. റാം.